ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കറക്റ്റായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കടച്ചക്ക കൊണ്ട് ഒരു ബജിയാണ്. അതിനായിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കുവാണ്, അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറിപ്പോവും. എന്നിട്ട് അതിനൊന്ന് തിന്നായിട്ട് അരിഞ്ഞു കൊടുക്കുക, വളരെ നേരിയതായിട്ട് അരിയുക. എന്നിട്ട് ആ കഷ്ണങ്ങളും ഉപ്പുവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് നല്ല മൂത്ത കടച്ചക്കയാണ് ഇതിനാവശ്യം. ഇനി ഒരു 6 ടേബിൾ സ്പൂൺ കടലമാവ് എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. അരിപ്പൊടി ഇടുന്നത് ക്രിസ്പ് ആവാൻ വേണ്ടിയാണ്. അതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കണം. നല്ല എരിവുള്ള മുളകാണ്, അപ്പോൾ നിങ്ങൾ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കായം, 1/4 ടീസ്പൂൺ വേണ്ട, അതിനേലും കുറവ് മതി. 1-2 പിഞ്ച് മതി. പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ഒരു ബാറ്ററാക്കി കൊടുക്കുക. ഇതിപ്പോൾ കട്ടി ഇത്തിരി കൂടുതലാണ്, അപ്പോൾ ഒരു 2 സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കാം. ഒരു ലൂസ് ബാറ്ററല്ല, ഒരു തിക്ക് ബാറ്ററല്ല, അങ്ങനത്തെയാണ് വേണ്ടത്. ഇപ്പോൾ ഈ കൺസിസ്റ്റൻസി കാണണ്ടല്ലോ, അങ്ങനെ മതി. ഇനി ഇതിൽ ഇത്തിരി ഉപ്പും മുളകും ഒക്കെ ഇത്തിരി കൂടിയിരിക്കണം, എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി ഒരു പിഞ്ച് സോഡാപ്പൊടി കൂടി ഇട്ട് കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ടാൽ മതി. ബജിയുടെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണത്. ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കിയിട്ട് തിളച്ച എണ്ണയിലേക്ക് ഇട്ട് വറുത്തെടുക്കാം. ഒരു വശം ആകുമ്പോൾ അടുത്ത വശം മറിച്ചിടണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആയാൽ മതി. ലോ ഫ്ലെയിമിലാണ് നമ്മളിത് ഉണ്ടാക്കണത്. ഇപ്പോൾ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമുക്ക് ഉണ്ടാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത്. പണ്ട് എനിക്ക് അമ്മ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് അടുത്ത് കാണുന്ന ഓൾ എന്നുള്ളത് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.